ഇപ്പോൾ മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, കണ്ണൂരിൽ അമ്പാടിയാകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത്രത്തോളം ആവേശത്തിലാണ്, ആനന്ദത്തിലാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, പറയൂ. തീർച്ചയായും ശ്യാമ, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ശോഭായാത്രയ്ക്ക് മുന്നോടിയായി പൈതൽ കുട്ടികളവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. ഇതിലും വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂർ നഗരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂർ നഗരം അമ്പാടിയാകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടികളൊക്കെ തന്നെ കണ്ണനും രാധയുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികമാരുമായി ഒക്കെ ഈ ഒരു പരിപാടി സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നേ ദിവസം കണ്ണൂർ നഗരം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ സംഘപരിവാറിനെ അല്ലെങ്കിൽ ബാലഗോകുലത്തിന് പ്രതിരോധിക്കാനുള്ള വ്യാജേന CPM മുൻകാലങ്ങളിലൊക്കെ വലിയ ബാലഗോകുല ബദൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുമായി ഒക്കെ രംഗത്ത് വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത്തരം പ്രഹസനങ്ങൾക്കൊന്നും CPM മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ ഇത് അല്പസമയത്തിനകം തന്നെ ഈ നയന മനോഹരമായ ശോഭായാത്ര ആരംഭിക്കും. വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത്. കണ്ണൂർ പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ തെക്കി ബസാറിൽ അവസാനിക്കുന്ന രീതിയിലാണ്. ഭഗവാൻ പണ്ടൊരിക്കൽ തൻ്റെ തേരാളിയോട് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് CPM ഒരു പ്രഹസനം നടത്തുന്നു എന്ന് നേരത്തെ നടത്തിയിരുന്നു എന്ന് മിഥുൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കഥ അതാണ്. കാരണം ഉള്ളു കണ്ടവനെ അത് ആ അർത്ഥത്തിൽ അതിനെ സ്വാംശീകരിച്ച് മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളു കാണാത്ത ഒരാൾക്ക് അത് സാധിക്കുകയില്ല. മിഥുൻ, തീർച്ചയായും. കാരണം നമുക്കറിയാം, അതായത് സ്വാഭാവികമായും ബാലഗോകുലം നടത്തുന്ന ശോഭയാത്രയ്ക്കൊക്കെ വലിയ ജനപങ്കാളിത്തം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് വിരളി പൂണ്ടിട്ട് തന്നെയാണ് ഇത്തരത്തിൽ CPM ഒരു ബദൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അന്ന് കണ്ണൂർ ജില്ലയെ വല്ലാത്തൊരു സംഘർഷ ഭീതിയിലാക്കുന്നൊരു സാഹചര്യമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബാലഗോകുലത്തിൻ്റെ സംഘാടന മികവിന് മുന്നിൽ അവർ പതറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് ആ പരിപാടിയുമായി അധികം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി അവർക്ക് അവസാനിപ്പിക്കേണ്ടതായൊരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ വന്നെത്തുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം വീണ്ടും ഒരു ശ്രീകൃഷ്ണ ജയന്തി എത്തിയിരിക്കുന്നു. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തെ മുഴുവൻ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു ശോഭായാത്ര നടത്താൻ പോവുകയാണ്. അതിലും അല്പസമയത്തിനകം തന്നെ ഗോപികമാരും കണ്ണന്മാരും ഒക്കെ കണ്ണൂർ നഗരത്തിൽ കളിയാടി വിളയാടി ഇവിടുന്ന് ഈ ശോഭായാത്ര നേരെ കണ്ണൂർ തെക്കി ബസാറിലേക്കാണ് യാത്ര തുടരുക. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കണ്ണൂർ നഗരത്തിലെ കുട്ടികളും കുടുംബങ്ങളും ഒക്കെ തന്നെ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു.